ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹ വന്ദനങ്ങൾ. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു, താലിബാനികളുടെ ക്രൂരതകൾ പുറത്തു വരുമ്പോൾ താലിബാനികൾ മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞ് അവരെ തള്ളി പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ രക്ഷിച്ചെടുക്കാൻ ദാവാക്കാർ ശ്രമിക്കുമെന്നും അതിനു മറുപടിയായി താലിബാൻ ചെയ്യുന്ന ഓരോ ക്രൂരകൃത്യവും ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചെയ്തത് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഞങ്ങൾ വീഡിയോകൾ ഇറക്കുമെന്നും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരു സെലിബ്രിറ്റിയുടെ കൊലപാതക വാർത്ത കൂടെ പുറത്തു വന്നിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ പ്രമുഖ കവിയും ചരിത്രകാരനുമായ അബ്ദുള്ള അദിഫിയെ താലിബാൻ കൊലപ്പെടുത്തിയ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും പ്രചാരമുള്ള ഗാന്ധാര എന്ന കമ്മ്യൂണിറ്റി മീഡിയയാണ് 2 ദിവസം മുമ്പ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഗാന്ധാരയ്ക്ക് അഫ്ഗാനിലും പാകിസ്ഥാനിലും പ്രാദേശിക തലത്തിൽ റിപ്പോർട്ടർമാരുണ്ട്. അഫ്ഗാനിലെ താലിബാൻ മുന്നേറ്റങ്ങളെക്കുറിച്ചുള്ള പല വാർത്തകളും ആദ്യം പുറത്തുവിടുന്ന ഒരു മാധ്യമമാണ് ഗാന്ധാര. താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഒരു കവിയെ കൂടി വധിച്ചു. കവിയും ചരിത്രകാരനുമായ അബ്ദുള്ള അദിഫിയെയാണ് പീഡനങ്ങൾക്ക് വിധേയമാക്കിയ ശേഷം താലിബാൻ കൊല ചെയ്തത്. തെക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഉറൂസ് ഖാൻ പ്രവിശ്യ ഗവർണർ മുഹമ്മദ് ഉമർ ഷിർസാദാണ് ഇക്കാര്യം അറിയിച്ചത്. അബ്ദുള്ള അദിഫിയുടെ കൊലപാതക വാർത്ത ഗാന്ധാര റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെ ലോകമെങ്ങുമുള്ള നിരവധി മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് താലിബാനികൾ അഫ്ഗാനിസ്ഥാനിലെ പ്രശസ്തനായ ഈ കവിയെ കൊന്നുകളഞ്ഞത്? വേറൊന്നുമല്ല, മുഹമ്മദിൻ്റെ പഠിപ്പിക്കൽ തന്നെയാണ് ഇതിനും കാരണം. ഖുർആനിലും ഹദീസുകളിലും നമുക്കത് കാണാൻ പറ്റും. മുഹമ്മദിന് പ്രവാചകത്വം കിട്ടി എന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാർ പറഞ്ഞതേ മുഹമ്മദിന് ഭ്രാന്ത് പിടിച്ചു, മുഹമ്മദ് ഭ്രാന്തനായ ഒരു കവിയായി മാറി എന്നായിരുന്നു. സൂറ 37:36. ഭ്രാന്തനായ ഒരു കവിക്ക് വേണ്ടി ഞങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിച്ച് കളയണമോ എന്ന് ചോദിക്കുകയും ചെയ്യുമായിരുന്നു. സൂറ 37:36. അതായത് നാട്ടുകാർക്ക് അവിടെ കാബയ്ക്കകത്ത് 360 വിഗ്രഹങ്ങൾ, 360 ദൈവങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം മാത്രമാണ് ഒറിജിനൽ ദൈവം, ബാക്കിയുള്ളതൊക്കെ ഡ്യൂപ്ലിക്കേറ്റാണ്, അതൊന്നും ദൈവങ്ങളല്ല എന്ന് മുഹമ്മദ് പറഞ്ഞപ്പോൾ ജനം പറയുകയാണ്, ഇവനൊരു ഭ്രാന്തൻ കവി, ഇവന് വേണ്ടി ഞങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിച്ച് കളയണമെന്ന്. അതാണ് ഇവിടെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദിനെ നാട്ടുകാർ കവി എന്ന് വിളിക്കുന്ന വേറെ ഒരു ആയത്തും കൂടി ഖുർആൻ്റെ അകത്തുണ്ട്. സൂറ 21:5. എന്നാൽ അവർ പറഞ്ഞു, പഴക്കിനാവുകൾ കണ്ട വിവരമാണ് മുഹമ്മദ് പറയുന്നത്. മറ്റൊരിക്കൽ അവർ പറഞ്ഞു, അല്ല, അതവൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. മറ്റൊരിക്കൽ അവർ പറഞ്ഞു, അല്ല, അവനൊരു കവിയാണ്. എന്നാൽ അവൻ പ്രവാചകനാണെങ്കിൽ മുൻ പ്രവാചകന്മാർ ഏതൊരു ദൃഷ്ടാന്തവുമായാണോ അയക്കപ്പെട്ടത് അതുപോലൊന്ന് അവൻ നമുക്ക് കൊണ്ടുവന്ന് കാണിക്കട്ടെ. സൂറ 21:5. ഇവിടെ ഈ നാട്ടുകാർ പറയുകയാണ് മുഹമ്മദ് ഒരു കവിയാണെന്ന്. സാധാരണഗതിയിൽ നമുക്കറിയാം, ഒരാളെ കവി എന്ന് വിളിക്കുന്നത് അയാൾക്കും അഭിമാനകരമാണ്, ഒരിക്കലും ഒരു ആക്ഷേപകരമായൊരു വിളിയല്ല. അവനൊരു കവിയാണ് നമ്മുടെ നാട്ടിലൊക്കെ. എന്നാൽ ഈ ഇസ്ലാമിന് അല്ലെങ്കിൽ അവിടെ അറേബ്യയിൽ അവർ കവി എന്ന് വിളിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് മുഹമ്മദിന് അതൊരു അവഹേളനമായിട്ട് തോന്നിയത്, മുഹമ്മദ് അതൊരു അപമാനമായിട്ട് തോന്നിയിരുന്നത് എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിലും നമ്മൾ ഈ ഖുർആനിലേക്ക് തന്നെ പോകേണ്ടി വരും. സൂറ 26:224, 225. അവിടെ ഖുർആൻ കവികൾ ആരാണ്, കവികളെ പിൻപറ്റുന്നവരാരാണ് എന്നൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. സൂറ 26:224, 225. കവികളാകട്ടെ ദുർമാർഗികളാകുന്നു അവരെ പിൻപറ്റുന്നത്, അവർ എല്ലാ താഴ്വരകളിലും അലഞ്ഞു നടക്കുന്നവരാണെന്ന് നീ കണ്ടില്ലേ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. കവികളെന്നാൽ താഴ്വരകളിൽ അലഞ്ഞു നടക്കുന്ന ഭ്രാന്തന്മാരാണെന്നാണ് ഖുർആൻ്റെ പഠിപ്പിക്കൽ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ ബുദ്ധിജീവികളായി ഗണിക്കപ്പെട്ടിരുന്ന ചില ആളുകൾ, അതായത് ലോക്കൽസിലെ ആളുകൾ, ഇവർ അലക്കും കുളിയൊന്നും ഇല്ലാതെ കഞ്ചാവ് ബീഡിയും വലിച്ച് മുഷിഞ്ഞ വേഷമൊക്കെ ധരിച്ച് തോളിലൊരു സഞ്ചിയും തൂക്കി അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഖുർആൻ പറയുന്നത് കവികൾ എന്ന് പറഞ്ഞാൽ അതുപോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവന്മാരാണെന്നാണ്. അതുകൊണ്ട് നിർത്തിയില്ല, ദുർമാർഗികൾ മാത്രമേ കവികളെ പിൻപറ്റൂ എന്നും കൂടി ഖുർആൻ പറഞ്ഞു. നാട്ടുകാർ തന്നെ കവിയെന്ന് വിളിച്ചപ്പോൾ മുഹമ്മദിനത് അപമാനമായി തോന്നിയത് ഇതുകൊണ്ടാണ്. ഭ്രാന്തനാണ് താനെന്നും തന്നെ ഫോളോ ചെയ്യുന്ന മുസ്ലിങ്ങളെല്ലാം ദുർമാർഗികളാണെന്നും കേൾക്കേണ്ടി വരുന്ന വിഷമം മുഹമ്മദിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ്
നാട്ടുകാർ കവിയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതൊരു ഭയങ്കര വിഷമമായിട്ട് അപമാനമായിട്ടൊക്കെ തോന്നിയത്. കവികളെക്കുറിച്ചും കവിതയെക്കുറിച്ചും മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് ഹദീസിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഞാൻ വായിക്കാം. അബൂ ഹുറൈറ നിവേദനം, നബി പറഞ്ഞു, ഒരാളുടെ അകം ജലം കൊണ്ട് നിറഞ്ഞ് നശിക്കുന്നതാണ് അത് കവിത കൊണ്ട് നിറയുന്നതിലേറെ നല്ലത്. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 41 ഹദീസ് നമ്പർ 7. അടുത്ത ഹദീസ് അബൂ സയ്യിദുൽ ഖുദ്രി നിവേദനം, ഞങ്ങൾ നബിയുടെ കൂടെ അർജ് ഗ്രാമത്തിലൂടെ, മദീനയിൽ നിന്ന് 78 മൈൽ ദൂരെയുള്ള ഒരു ഗ്രാമമാണ് ഈ അർജ് ഗ്രാമം എന്ന് പറയുന്നത്, ആ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ പാട്ട് പാടുന്ന ഒരു കവി പ്രത്യക്ഷനായി. നബി പറഞ്ഞു, നിങ്ങൾ ഈ പിശാചിനെ പിടിക്കുക, അല്ലെങ്കിൽ പിശാചിനെ പിടിച്ചു കെട്ടുക. ഒരാളുടെ അകം ജലം കൊണ്ട് നിറയുന്നതാണ് അത് കവിത കൊണ്ട് നിറയുന്നതിലും ഭേദം. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 41 ഹദീസ് നമ്പർ 9. ഇത് സ്വഹീഹ് മുസ്ലിമിൽ മാത്രമല്ല സ്വഹീഹ് ബുഖാരിയിലും പറയുന്നുണ്ട്. ആ ഹദീസ് ഞാൻ വായിക്കുന്നില്ല, ആ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. സ്വഹീഹ് ബുഖാരി വോളിയം 8 ബുക്ക് 73 ഹദീസ് നമ്പർ 175 അതുപോലെ തന്നെ സ്വഹീഹ് ബുഖാരി വോളിയം 8 ബുക്ക് 73 ഹദീസ് നമ്പർ 176 ഈ ഹദീസുകൾ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. മുഹമ്മദ് ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചോ, കവിത ചൊല്ലുന്ന കവി പിശാചാണ്. അത്തരം പിശാചുക്കളെ പിടിച്ചു കെട്ടണം. മാത്രമല്ല, ഒരാളുടെ അകം ജലം കൊണ്ട് നിറഞ്ഞ് നശിക്കുന്നതാണ് അത് കവിത കൊണ്ട് നിറയുന്നതിലും നല്ലത് എന്നാണ് മുഹമ്മദ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇത് അസൂയയിൽ നിന്നും ഉളവായ ഒരു പ്രസ്താവനയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഈ ഖുർആൻ എന്ന സാധനം കവിതാരൂപത്തിലാണ് അവതരിച്ചത്. സെമിറ്റിക് ഭാഷകളെല്ലാം സംഗീതാത്മകമായ ഭാഷകളാണ്. അറബി ഭാഷയിൽ ഖുർആൻ ആലപിക്കപ്പെടുകയായിരുന്നു അന്ന് ചെയ്തിരുന്നത്, അല്ലാതെ വായിക്കപ്പെടുകയായിരുന്നില്ല, അല്ലെങ്കിൽ പറയുകയായിരുന്നില്ല. മലക്ക് വന്ന് ഗദ്യരൂപത്തിൽ പറഞ്ഞു കൊടുക്കുകയായിരുന്നില്ല, പദ്യരൂപത്തിൽ ചൊല്ലിക്കൊടുക്കുകയായിരുന്നു എന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണാം. അറബി ഖുർആൻ പലർക്കും മനഃപ്പാഠമാക്കാൻ സാധിക്കുന്നതിൻ്റെ ഒരു കാരണം അത് പദ്യരൂപത്തിലാണ് എന്നുള്ളതാണ്. ഗദ്യരൂപത്തിൽ എഴുതിയിരിക്കുന്ന ഇപ്പോൾ ഒരു ഖണ്ഡിക മാത്രമുള്ള അങ്ങനെയുള്ള ആ ഒരു പാരഗ്രാഫ്, ഒരു ചെറിയ ഇത്, അതുപോലും ഒരുപക്ഷെ നമുക്ക് മനഃപ്പാഠമാക്കാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ തന്നെ. എന്നാൽ അത് കവിതാരൂപത്തിലാണെങ്കിൽ അല്ലെങ്കിൽ പാട്ട് രൂപത്തിലാണെങ്കിൽ നമുക്ക് ഒരു ഖണ്ഡിക, ഒരു ഇതല്ല, പേജുകൾ 10, 20, 30 പേജ് വരെ നമുക്ക് മനഃപ്പാഠമാക്കാൻ പറ്റും. എൻ്റെ ചെറുപ്പകാലത്ത് ഈ രമണൻ എന്ന് പറയുന്ന കവിത മനഃപ്പാഠമാക്കിയിരിക്കുന്ന ധാരാളം പേരെ എനിക്കറിയാം. രമണൻ ആ പുസ്തകം കണ്ടാൽ അധികം ഉണ്ട്. അത് രമണൻ മാത്രമല്ല, കുമാരനാശാൻ്റെ പല കവിതകളും, ഭയങ്കര ദൈർഘ്യമുള്ള പല കവിതകളും ഒക്കെ. പിന്നെ ഈ കാലഘട്ടത്തിൽ തന്നെ നാരായണത്ത് ഭ്രാന്തനും അതുപോലെ കന്നഡ കുറേ ആ ടൈപ്പ് കവിതകൾ. ഞാൻ തന്നെ പണ്ട് കൃഷ്ണാഷ്ടമി എന്ന് പറയുന്ന കവിത, കുറച്ച് കവിതയൊക്കെ ഞാനും മനഃപ്പാഠമാക്കിയിരുന്നു. അപ്പോൾ അത് പാട്ടുരൂപത്തിലാവുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും അത് ഓർത്ത് വെച്ച് ഇതാക്കാൻ പറ്റും. പക്ഷേ ഗദ്യരൂപത്തിലാണെങ്കിൽ ഒരു പാരഗ്രാഫ് പോലും അങ്ങനെ തന്നെ മനഃപ്പാഠമാക്കാൻ കുറേ പ്രയാസപ്പെടേണ്ടി വരും. ആ പറഞ്ഞു വന്നത്, ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിൻ്റെ ഒരു കാരണം അത് ഇങ്ങനെ പദ്യരൂപത്തിലുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മുഹമ്മദിന് അസൂയ ഉണ്ടാകാൻ കാരണം എന്താണ്? നിരക്ഷരനായ മുഹമ്മദ് ഖുർആൻ കവിതാരൂപത്തിൽ ചൊല്ലുന്നു. അതേപോലെ തന്നെ എഴുത്തും വായനയും അറിയാവുന്ന വേറെ ഏതെങ്കിലും അറബി തൻ്റെ കവിതയും കവിതാരൂപത്തിൽ തന്നെ ചൊല്ലുന്നു. അപ്പോൾ 2 കവിതകൾ തമ്മിലുള്ള മത്സരമാണ് ഇവിടെ. സാധാരണഗതിയിൽ സാക്ഷരനായ ഒരു വ്യക്തിയുടെ കവിതയ്ക്ക് ഗുണം കൂടുതലുണ്ടാകും. ഈ ഉള്ളടക്കത്തിൻ്റെ ഗുണമല്ല ഞാൻ പറഞ്ഞത്, അതിന് സാക്ഷരതയേക്കാൾ ഉപരി സർഗാത്മകതയും ഭാവനാത്മകതയും ഒക്കെയാണ് വേണ്ടത്, ഭാവനാസമ്പന്നതയാണ് അതിന് വേണ്ടത്. എന്നാൽ വേറെ ചില ഗുണങ്ങൾ സാക്ഷരനായ ഒരാളുടെ കവിതയിലുണ്ടാകും. അക്ഷരത്തെറ്റുകൾ ഉണ്ടാകില്ല, അതുപോലെ വ്യാകരണ പിശകുകൾ അതൊന്നും ഉണ്ടാകുകയില്ല. എന്നാൽ നിരക്ഷരനായ ഒരാളുടെ കവിതയിൽ വ്യാകരണ പിശകൊക്കെ കണ്ടേക്കും. അക്ഷരത്തെറ്റ് കാണുമെന്ന് പറയാൻ പറ്റില്ല, കാരണം അയാൾ എഴുതുന്നില്ലല്ലോ, എഴുതുമ്പോഴാണല്ലോ അക്ഷരത്തെറ്റ് വരുന്നത്. അപ്പോൾ വ്യാകരണ പിശകുകൾ ഇതിനകത്ത് ഈ ഒരു നിരക്ഷരനായ വ്യക്തിയുടെ കവിതയിൽ വ്യാകരണ പിശകുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഖുർആൻ്റെ അകത്ത് ഇഷ്ടംപോലെ വ്യാകരണ പിശകുകളുണ്ട്. ഇത് ഞങ്ങളാരും പറയുന്നതല്ല, അറബി പണ്ഡിതന്മാർ തന്നെ പറയുന്ന കാര്യമാണ്. അറബി പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അറബി സെക്കുലർ പണ്ഡിതന്മാരല്ല, അറബി മുസ്ലിം പണ്ഡിതന്മാർ തന്നെ, അറബി അറിയാവുന്ന നല്ല ഒന്നാന്തരം മുസ്ലിം പണ്ഡിതന്മാർ തന്നെ ഖുർആൻ്റെ അകത്ത് ഇവിടെ ഇങ്ങനെയല്ല വരേണ്ടത്, അത് ഈ വാക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ വ്യാകരണ പിശകുകളൊക്കെ അവിടെയുണ്ട്. സാക്ഷരരായ ആളുകളുടെ കവിത താൻ ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ഖുർആൻ ആയത്തുകളേക്കാൾ മെച്ചമായതായിരിക്കും എന്ന് മനസ്സിലാക്കി നിരക്ഷരനായ മുഹമ്മദ് മറ്റുള്ള കവികളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഒരാളുടെ അകം ജലം കൊണ്ട് നിറഞ്ഞ് നശിക്കുന്നതാണ്
അത് കവിത കൊണ്ട് നിറയുന്നതിലേറെ നല്ലത് എന്നും കവിത രചിക്കുന്നവർ പിശാചുക്കളാണെന്നും പറഞ്ഞത് എന്ന് നമുക്ക് ന്യായമായി അനുമാനിക്കാൻ പറ്റുന്ന കാര്യമാണ്. അക്കാലത്തെ അറേബ്യയിലെ കവികളായിരുന്ന കബിനുൽ അഷ്റഫ്, അൽ നദിർ ബിൻ അൽ ഹാരിത്ത്, ഉക്ബ ബിൻ അബു മുവാത്ത്, അബു അഫാക്ക്, കബിൻ അൽ സുഹൈർ, പിന്നെ കവയത്രിയായിരുന്ന അസ്മ ബിന്ദു മർവാൻ, ഈ ആളുകളെയൊക്കെ മുഹമ്മദിൻ്റെ കൽപ്പനപ്രകാരം മുസ്ലിങ്ങൾ കൊന്നുകളയുകയായിരുന്നു ചെയ്തത് എന്നുകൂടി നിങ്ങൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. അപ്പോഴേ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഖുർആനിൽ കുറച്ച് വെല്ലുവിളിയൊക്കെ ഉണ്ട്. ഇതുപോലെ ഒരായത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇതുപോലൊരു അധ്യായം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇതുപോലത്തെ 10 അധ്യായം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇതുപോലൊരു പുസ്തകം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനതിൻ്റെ ആ ആയത്തുകൾ, ആ വചനങ്ങൾ വായിക്കാം. സൂറ 52:34. അല്ല, ഈ ഖുർആൻ ഇയാൾ സ്വയം രചിച്ചതാണെന്നാണോ ഇവർ പറയുന്നത്? എന്നാൽ ഇവർ വിശ്വസിക്കാൻ വിചാരിക്കുന്നില്ല എന്നതത്രേ യാഥാർത്ഥ്യം. തങ്ങളുടെ വാദത്തിൽ സത്യസന്ധരാണെങ്കിൽ ഇമ്മട്ടിലൊരു വചനം അവർ രചിച്ചു കൊണ്ടുവരട്ടെ. സൂറ 52:33-34. ഇത് അബുൽ ആല മൗദൂദിയുടെ തഹ്ഫീമുൽ ഖുർആനിൽ നിന്നുള്ള പരിഭാഷയാണ്. ഇവിടെ അള്ളാഹുവും മുഹമ്മദും കൂടി വെല്ലുവിളിക്കുന്നത് ഖുർആനിലേതുപോലെ ഒരു വചനം കൊണ്ടുവരട്ടെ എന്നാണ്. നോക്കണേ, ഒരു വചനം. പിന്നീട് വെല്ലുവിളി മാറി. സൂറ 2:23. നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ച് കൊടുത്തതിനെ, അതായത് ഈ ഖുർആനിനെ പറ്റി നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ അതിൻ്റേതുപോലുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. അല്ലാഹുവിന് പുറമെ നിങ്ങൾക്കുള്ള സഹായികളെയും വിളിച്ചുകൊള്ളുക. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതാണല്ലോ വേണ്ടത്. സൂറ 2:23. ഈ വെല്ലുവിളി സൂറ 10:38 ആവർത്തിക്കുന്നുമുണ്ട്. ഇത് പ്രവാചകൻ സ്വയം ചമച്ചതാണെന്ന് ഈ ജനം പറയുന്നുവോ? പറയുക. നിങ്ങൾ ഈ ആരോപണത്തിൽ സത്യസന്ധരാണെങ്കിൽ ഇതുപോലൊരു അധ്യായം രചിച്ചു കൊണ്ടുവരിക. അല്ലാഹു ഒഴികെ നിങ്ങൾക്ക് ആരെയെല്ലാം വിളിക്കാൻ കഴിയുമോ അവരെയെല്ലാം സഹായത്തിന് വിളിച്ചുകൊള്ളുക. സൂറ 10:38. ഇപ്പോൾ ഒരായത്ത് എന്നുള്ളതിൽ നിന്ന് ഒരധ്യായം എന്നതിലേക്ക് വെല്ലുവിളി മാറിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആദ്യം പറഞ്ഞ് ഇതുപോലത്തെ ഒരു വചനമെങ്കിലും നിങ്ങൾ കൊണ്ടുപോവാ. ഇപ്പോൾ പറഞ്ഞ് ഒരു അധ്യായം കൊണ്ടുപോവാ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വെല്ലുവിളി വീണ്ടും മാറി. സൂറ 11:14 ആ വെല്ലുവിളി നമുക്ക് കാണാം. അതല്ല, അദ്ദേഹം അത് കെട്ടിച്ചമച്ചു എന്നാണോ അവർ പറയുന്നത്? പറയുക. എന്നാൽ ഇതുപോലെയുള്ള 10 അധ്യായങ്ങൾ ചമച്ചുണ്ടാക്കിയത് നിങ്ങൾ കൊണ്ടുവരൂ. അല്ലാഹുവിന് പുറമെ നിങ്ങൾക്ക് സാധിക്കുന്നവരെ എല്ലാം നിങ്ങൾ വിളിച്ചുകൊള്ളുകയും ചെയ്യുക, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. സൂറ 11:14. കണ്ടോ, ഇപ്പോൾ വെല്ലുവിളി വീണ്ടും മാറി. ഒരധ്യായത്തിൽ നിന്ന് 10 അധ്യായത്തിലേക്കാണ് വെല്ലുവിളിക്ക് പ്രൊമോഷൻ കിട്ടിയത്. തീർന്നില്ല, പിന്നെയും വെല്ലുവിളി മാറി. സൂറ 17:88. അവരോട് പറയുക, ഈ ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാലും സാധിക്കുകയില്ല. അവരൊക്കെയും പരസ്പരം സഹായിച്ചാലും ശരി. സൂറ 17:88. ഇവിടെ വെല്ലുവിളി മാത്രമല്ല, വെല്ലുവിളിയുടെ സ്വരം തന്നെ മാറിയത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ആദ്യത്തെ വെല്ലുവിളിയിൽ കണ്ടത് ഇതുപോലെ ഒരു വചനം നിങ്ങൾ രചിച്ചു കൊണ്ടുവരിക. രണ്ടാമത്തെ വെല്ലുവിളി പറയുന്നത് ഇതുപോലത്തെ ഒരു അധ്യായം നിങ്ങൾ രചിച്ചു കൊണ്ടുവരിക. മൂന്നാമത്തെ വെല്ലുവിളി പറയുന്നത് 10 അധ്യായങ്ങൾ രചിച്ച് നിങ്ങൾ കൊണ്ടുവരൂ എന്നാണ്. ഇവിടെയൊക്കെ പറയുന്നത് കൊണ്ടുവരൂ എന്നാണ്. എന്നാൽ 4ാമത്തെ പ്രാവശ്യമായപ്പോൾ ഒരധ്യായമോ 2 അധ്യായമോ 10 അധ്യായമോ അല്ലെങ്കിൽ ഒരു മുഴുവൻ ഖുർആനിന് തുല്യമായ ഒരു പുസ്തകമോ കൊണ്ടുവരാൻ അല്ല പറയുന്നത്. പിന്നെന്താണ് പറയുന്നത്? നിങ്ങൾക്ക് ഇങ്ങനൊരു പുസ്തകം കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കല്ല, നിങ്ങൾക്കിത് കൊണ്ടുവരാൻ പറ്റില്ല എന്നും പറഞ്ഞ് അള്ളാഹു തടി കഴിച്ചിലാക്കുകയാണ്. അല്ലെങ്കിൽ മുഹമ്മദും അള്ളാഹുവും കൂടി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവുകയാണ്. ബുദ്ധിയും ബോധവും വിവരവും 7 അയലത്ത് കൂടി പോയിട്ടില്ലാത്ത ഇന്നത്തെ പല മുസ്ലിങ്ങളും ഈ വെല്ലുവിളിയെ എടുത്തുകൊണ്ട് നമ്മുടെ നേരെ വരാറുണ്ട്. അല്പമെങ്കിലും ബോധമുള്ള ഒറ്റ മുസ്ലിമും ഈ വെല്ലുവിളിയെ പറ്റി മിണ്ടാറില്ല. അത് വേറെ കാര്യം. ബുദ്ധിയും ബോധവും പേരിന് പോലും ഇല്ലാത്ത മുസ്ലിങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരാണ് ഈ വെല്ലുവിളിയായിട്ട് വരാറ്. ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഇവിടെ കാര്യം പിടികിട്ടും. ആദ്യം ഇതുപോലൊരു വചനം കൊണ്ടുവരൂ എന്ന് മുഹമ്മദ് വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി സ്വീകരിച്ച് ആരോ അതുപോലൊരു വചനം കൊണ്ടുവന്നപ്പോൾ അള്ളാഹുവും മുഹമ്മദും വാക്ക് മാറ്റി. ഒരു വചനമൊന്നും പോരാ, ഒരധ്യായം കൊണ്ടുവരണമെന്നാക്കി വെല്ലുവിളി മാറ്റി. ആ വെല്ലുവിളി ഏറ്റെടുത്ത് ആരോ ഒരധ്യായം കൊണ്ടുവന്നപ്പോൾ വീണ്ടും അള്ളാഹുവും മുഹമ്മദും വാക്ക് മാറ്റി. ഒരധ്യായമൊന്നും പോരാ, 10 അധ്യായം വേണം എന്നാക്കി.
ആ വെല്ലുവിളിക്ക് മറുപടിയായി ആരോ 10 അധ്യായവും കൊണ്ട് ചെന്നപ്പോൾ പതിവ് പോലെ അല്ലാഹുവും മുഹമ്മദും ജനിതക ഗുണം കാണിച്ചു, വീണ്ടും വാക്കുമാറ്റി. ഒരു മുഴുവൻ ഖുർആന് തുല്യമായ പുസ്തകം എന്നാക്കി. മാത്രമല്ല അങ്ങനെ ഒരു പുസ്തകം കൊണ്ടുവരൂ എന്ന് വെല്ലുവിളി മുഴക്കാൻ നിന്നില്ല. കാരണം മുന്നത്തെ 3 അനുഭവങ്ങളിൽ നിന്ന് അല്ലാഹുവും മുഹമ്മദും പാഠം പഠിച്ചു. അതുകൊണ്ട് അല്ലാഹു വെല്ലുവിളി മയപ്പെടുത്തി. നിങ്ങൾക്ക് ഖുർആന് തുല്യമായ ഒരു പുസ്തകം കൊണ്ടുവരാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോവുകയാണ് ചെയ്തത്. ഇതുപോലൊരു പുസ്തകം കൊണ്ടുവരൂ എന്നും പറഞ്ഞ് വെല്ലുവിളി നടത്തിയ ഇനി ആരെങ്കിലും അങ്ങനെയൊന്നും കൊണ്ടുവന്നാലോ എന്ന പേടി അല്ലാഹുവിനും മുഹമ്മദിനും ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടുവരൂ എന്ന് വെല്ലുവിളിക്കാതെ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല എന്നും പറഞ്ഞ് തടി കഴിച്ചിലാക്കിയത്. ഖുർആനിലെ ആയത്തുകൾ ക്രോണോളജിക്കൽ ഓർഡറിലല്ല, അതായത് ഇത് അവതരിപ്പിക്കപ്പെട്ട കാലാനുക്രമത്തിലല്ല ഈ ഖുർആൻ്റെ അകത്തുള്ളത്. ഖുർആൻ ക്രോഡീകരിച്ച ആൾക്കാർക്ക് തോന്നിയതുപോലെയൊക്കെയാണ് ഖുർആനിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അധ്യായങ്ങളും അങ്ങനെ തന്നെ. ഒരധ്യായത്തിൽ തന്നെ ചിലത് മക്കയിൽ അവതരിപ്പിച്ച ആയത്തുകളായിരിക്കും, ചിലത് മദീനയിൽ വെച്ച് വന്ന ആയത്തായിരിക്കും. അതായത് ചിലത് കൃത്യമായിട്ട് ഒരധ്യായം മൊത്തം മക്കയിലും ഒരധ്യായം മൊത്തം മദീനയിലും അങ്ങനെയുണ്ട്. എന്നാൽ ചിലതിൽ അങ്ങനെയല്ല, മക്കയിലും മദീനയിലും. ഇനിയിപ്പോൾ മക്കയിൽ വെച്ചുള്ളതാണെങ്കിൽ തന്നെ അതും ക്രോണോളജിക്കൽ ഓർഡറൊന്നും അല്ല. മക്കയിൽ ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് വരുന്ന സാധനം ചിലപ്പോൾ ആദ്യം വരും, 2 ആഴ്ച മുമ്പ് ഇറങ്ങിയ സാധനം പിന്നേക്ക് ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് ഒരു കുഴഞ്ഞു മറിഞ്ഞ അവിയൽ പരിവാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വെല്ലുവിളിയുടെ കാര്യം പറഞ്ഞ് വിവരമില്ലാത്ത മുസ്ലിങ്ങളെ പറ്റിക്കാൻ ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് വളരെ എളുപ്പമാണ്. അവർ ഈ മുസ്ലിങ്ങളോട് പറയുന്നത് എന്താണെന്നറിയോ? നേരെ തിരിച്ചാണ്. അള്ളാഹ് ആദ്യം വെല്ലുവിളിച്ചു, ഇതുപോലൊരു ഖുർആൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന്. ഒരാളും കൊണ്ടുവരുന്നില്ല എന്ന് കണ്ടപ്പോൾ അള്ളാഹു പറഞ്ഞു, ശരി, നിങ്ങൾക്ക് ഖുർആൻ പോലത്തെ ഒരു പുസ്തകം കൊണ്ടുവരാൻ പറ്റില്ല, നിങ്ങൾ ഒരു 10 അധ്യായമെങ്കിലും കൊണ്ടുവരാൻ നോക്ക് നിങ്ങൾ. അപ്പോൾ അത് കൊണ്ടുവരാൻ ആർക്കും പറ്റിയില്ല. അന്നേരം അള്ളാഹു വെല്ലുവിളി വീണ്ടും ചുരുക്കുകയാണ്. പറഞ്ഞു, നിങ്ങൾക്ക് 10 അധ്യായം കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ 1 അധ്യായമെങ്കിലും കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അതും കൊണ്ടുവരാൻ ആർക്കും സാധിച്ചില്ല. അപ്പോൾ അള്ളാഹു വീണ്ടും വെല്ലുവിളിയുടെ കാഠിന്യം കുറച്ചു. 1 അധ്യായം കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ആയത്തെങ്കിലും കൊണ്ടുവരൂ എന്നാക്കി. അതും കൊണ്ടുവരാൻ ആർക്കും സാധിച്ചില്ല. ഇന്നുവരെ ആ വെല്ലുവിളി ഏറ്റെടുത്ത് ഖുർആൻ്റേതിന് തുല്യമായ ഒരു ആയത്ത് പോലും കൊണ്ടുവരാൻ ലോകത്ത് ആർക്കും കഴിഞ്ഞിട്ടില്ല. ഖുർആൻ അമാനുഷികമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ വെല്ലുവിളിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിക പണ്ഡിതന്മാർ സാധാരണക്കാരായ മുസ്ലിങ്ങളെ പറ്റിക്കുകയാണ്. യഥാർത്ഥത്തിൽ നേരെ തിരിച്ചാണ് സംഭവം. ഓരോ പ്രാവശ്യവും വെല്ലുവിളിക്ക് അന്നത്തെ അറബികൾ കൃത്യമായ മറുപടി കൊടുക്കാൻ തുടങ്ങിയതോടെ അല്ലാഹുവും മുഹമ്മദും കൂടി വെല്ലുവിളി മാറ്റിക്കൊണ്ടിരുന്നു. അവസാനമായപ്പോൾ കഴിയുമെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു പുസ്തകം കൊണ്ടുപോവാ എന്ന് പറയാതെ നിങ്ങൾക്ക് അതൊന്നും കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ഒഴുക്കമട്ടി പറഞ്ഞ് തടി രക്ഷിച്ചെടുക്കുകയും ചെയ്തു. അറേബ്യയിൽ ഉണ്ടായിരുന്ന കവികളിൽ പലരെയും മുഹമ്മദ് കൊന്നൊടുക്കിയതിൻ്റെ പുറകിൽ ഇങ്ങനെയൊരു കാരണം കൂടിയുണ്ട് എന്ന് നിങ്ങൾ അറിയണം. ബദർ യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെട്ടവരിൽ കവികളായിരുന്ന അൽ നദർ ബിൻ അൽ ഹാരിത്തിനെയും ഉക്ബ ബിൻ അബു മുവൈദിനെയും മാത്രമാണ് മുഹമ്മദ് കൊന്നുകളഞ്ഞത്. യുദ്ധത്തടവുകാരുടെ ബന്ധുക്കളിൽ നിന്ന് വലിയ തുക മോചനദ്രവ്യമായി വാങ്ങി മറ്റെല്ലാ തടവുകാരെയും മുഹമ്മദ് വിട്ടയച്ചു. പക്ഷേ അൽ നദറിനെ കണ്ടപ്പോൾ അവൻ വലിയ തുക നൽകാമെന്ന് ഏറ്റിട്ടും മുഹമ്മദ് സമ്മതിച്ചില്ല. തിരിച്ച് ഈ ബന്ദികളെയും കൊണ്ട് മദീനയിലേക്കുള്ള യാത്രയിൽ വഴിയിൽ വെച്ച് തന്നെ ഇടയ്ക്ക് വെച്ച് മുഹമ്മദിൻ്റെ നിർദ്ദേശപ്രകാരം അൽ നദറിൻ്റെ തല മുഹമ്മദിൻ്റെ മരുമകൻ അലി വെട്ടിക്കളയുകയാണ് ഉണ്ടായത്. ഇബ്നു ഇഷാഖിൻ്റെ സിറ റസൂലുള്ളയിലെ പേജ് 136, 163, 181 പിന്നെ 308 ഒക്കെ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽ നദറിനെ പോലെ തന്നെ ഉക്ബ ബിൻ അബു മുവൈദിൻ്റെയും മോചനദ്രവ്യ വാഗ്ദാനം മുഹമ്മദ് തള്ളിക്കളഞ്ഞു. ഉക്ബയുടെ തല കൊയ്യാൻ മുഹമ്മദ് ഉത്തരവിട്ടു. ഉക്ബ വേദനയോടെ ചോദിച്ചു, ഇനി എൻ്റെ കുഞ്ഞുങ്ങളെ ആര് നോക്കും മുഹമ്മദേ? നരകം. അള്ളാഹുവിൻ്റെ ദൂതൻ മറുപടി പറഞ്ഞു. അടുത്ത നിമിഷം സ്വഹാബികളിൽ ഒരാളുടെ വാൾ ഉക്ബയുടെ കഴുത്തിൽ പതിച്ചു. ഇബ്നു ഇഷാഖിൻ്റെ സിറ റസൂലുള്ള പേജ് 308. ബദർ യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെട്ടവരിൽ ഈ 2 പേരൊഴികെ ബാക്കി എല്ലാവരെയും മോചനദ്രവ്യം വാങ്ങി മുഹമ്മദ് വിട്ടയച്ചു എന്നുകൂടി ഓർക്കണം. മറ്റുള്ളവരെ മോചനദ്രവ്യം വാങ്ങി വിട്ടയച്ചാൽ അവർ വീണ്ടും മുസ്ലിങ്ങളോട് യുദ്ധത്തിന് വരാനേ സാധ്യതയുള്ളൂ. അത് മുഹമ്മദിനെ സംബന്ധിച്ച് അത്ര വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ ഈ 2 പേരുണ്ടല്ലോ, ഇവർ കവികളാണ്. ഇവരെ വിട്ടയച്ചാൽ ഇവർ തൻ്റെ വെല്ലുവിളി സ്വീകരിച്ച് ഖുർആനിലെ അധ്യായങ്ങൾക്ക് തുല്യമായ അധ്യായങ്ങളോ അല്ലെങ്കിൽ ഖുർആനിനെ പോലെ മറ്റൊരു കിതാബ് തന്നെയോ ഇവർ ചമച്ചെന്ന് വരും. അതുണ്ടാകാതിരിക്കാനാണ് അവർ വളരെ ഉയർന്ന മോചനദ്രവ്യ വാഗ്ദാനം നടത്തിയിട്ടും അത് സ്വീകരിക്കാതെ മുഹമ്മദ് അവരെ കൊന്നുകളഞ്ഞത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഒരു വെല്ലുവിളി നടത്തുകയും ആ വെല്ലുവിളി സ്വീകരിച്ച് ആരെങ്കിലും പുസ്തകം എഴുതിക്കൊണ്ട് വന്നെങ്കിലോ എന്ന് പേടിച്ച് എഴുതാൻ സാധ്യതയുള്ള കവികളെയെല്ലാം
കൊന്നൊടുക്കുകയും ചെയ്യേണ്ടി വന്ന മുഹമ്മദിൻ്റെയൊക്കെ ഒരു ഗതികേട്. അബു അഫാക്കിനെയും കഅബിനുള്ള അഷ്റഫിനെയും അസ്മയെയും ഒക്കെ രാത്രി ഇരുട്ടിൻ്റെ മറവിലാണ് മുഹമ്മദ് കൊല്ലാൻ വേണ്ടി ആളുകളെ അയക്കുന്നത്. ഇരുട്ടിൻ്റെ മറവിലാണ് അവരെയൊക്കെ കൊന്നു കളഞ്ഞത്. നമുക്ക് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണാം. പകല് വലിയ കാര്യത്തിൽ പരസ്യമായി വെല്ലുവിളി നടത്തും, എന്നിട്ട് രാത്രി രഹസ്യമായി ആൾക്കാരെ അയച്ച് കൊന്നും കളയും. അള്ളാൻ്റെ മുഹമ്മദിൻ്റെയൊക്കെ ഒരവസ്ഥയെ. മുഹമ്മദ് കവികൾക്കും കവിതകൾക്കും എതിരായിരുന്നു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. എല്ലാ കവികളെയും കവിതകളെയും മുഹമ്മദ് എതിർത്തിരുന്നില്ല എന്നുള്ളതും കൂടിയാണത്. കാരണം നമ്മളിത് പറയുമ്പോൾ ഈ അബ്ദുള്ള അദിഫിയുടെ കൊലപാതക വാർത്തയുടെ താഴേക്കുള്ള പല ചർച്ചകളിലും കണ്ട കാര്യമുണ്ട്. മുസ്ലിങ്ങൾ പലരും വന്നിട്ട് ന്യായീകരിക്കുന്നുണ്ടായിരുന്നു, ഇത് താലിബാനികളൊന്നും മുസ്ലിങ്ങളൊന്നും അല്ല, കാരണം കവികളെ കൊല്ലാനൊന്നും നബി പഠിപ്പിച്ചിട്ടില്ല, മാത്രമല്ല കവിതകളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, കവികളെയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവിടെ കമൻ്റ് ഇട്ടത് കണ്ടിരുന്നു. അതെന്താണ് സംഭവം എന്ന് മനസ്സിലായോ? ഇസ്ലാമിനെതിരല്ലാത്ത മുഹമ്മദിനെയും മുസ്ലിങ്ങളെയും പുകഴ്ത്തി പാടിക്കൊണ്ടിരുന്ന കവികളെയും അവരുടെ കവിതകളെയും മുഹമ്മദ് നിരോധിച്ചിരുന്നില്ല എന്നാണ് അതിൻ്റെ കാരണം. അങ്ങനെയുള്ള കവിതകൾ അത് നിരോധിച്ചില്ല എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ആൾക്കാരെ, അങ്ങനെയുള്ള കവികളെ ആദരിച്ചിരുന്നതായും പലപ്പോഴും അവരെ കൊണ്ട് കവിതകൾ ചൊല്ലിച്ചിരുന്നതായും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണാം. കാരണം ഇവരെല്ലാം മുസ്ലിങ്ങളാണ്. ഇവർ ഇസ്ലാമിനെ പുകഴ്ത്തി, അള്ളാഹുവിനെ പുകഴ്ത്തി, ഈ മുഹമ്മദിനെയൊക്കെ പുകഴ്ത്തി, അതുപോലെ യുദ്ധത്തിന് പോകുന്ന മുസ്ലിങ്ങളെയൊക്കെ പുകഴ്ത്തി അവരുടെ വീരകൃത്യങ്ങളൊക്കെ വർണ്ണിച്ചുകൊണ്ടൊക്കെയാണ് കവിതകൾ രചിക്കുന്നത്. അപ്പോൾ അവരാരും തൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഇതുപോലെ ഒരു അധ്യായം കൊണ്ടുവരാമോ, ഇതുപോലൊരു വചനം കൊണ്ടോ എന്നൊക്കെ പറയുന്ന ഇത്, അല്ലെങ്കിൽ ഇതുപോലൊരു പുസ്തകം കൊണ്ടാന്നൊക്കെ പറയുന്ന ആ വെല്ലുവിളി ഏറ്റെടുത്ത് അവർ ഞങ്ങളിതാ ഖുർആനിന് തുല്യമായ ഒന്ന് അവതരിപ്പിച്ചു എന്നും പറഞ്ഞു വരില്ല. അത് 100% മുഹമ്മദിന് അറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു. അതല്ലാതെ തനിക്കെതിരായിട്ട് വരും, തൻ്റെ വെല്ലുവിളി ഏറ്റെടുത്ത് ഇതുപോലൊരു അധ്യായം കൊണ്ടുവരും, അല്ലെങ്കിൽ ഇതുപോലൊരു പുസ്തകം തന്നെ കൊണ്ടുവരും എന്നൊക്കെ ഉള്ള ഭയം, അങ്ങനെയുള്ള ആളുകളെ, അങ്ങനെ പേടിച്ചിരുന്ന ആൾക്കാരെ മുഹമ്മദ് കൊന്നു കളഞ്ഞു. ഉദാഹരണത്തിന് ഇസ്ലാമിനെ പുകഴ്ത്തി പറയുന്ന കവികളെ, അങ്ങനെയുള്ളവരെ മുഹമ്മദ് സപ്പോർട്ട് ചെയ്തിരുന്നതിന് ചില തെളിവുകൾ ഞാൻ തരാം. സഹീഹ് ബുഖാരി വോളിയം 8 ബുക്ക് 73 ഹദീസ് നമ്പർ 166 മുഹമ്മദ് പറഞ്ഞത് ചില കവിതകളിൽ ജ്ഞാനം അടങ്ങിയിരിക്കുന്നു എന്നാണ്. എന്ത് ജ്ഞാനമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്? കവിതയ്ക്കകത്ത് എന്ത് ജ്ഞാനമാണ്? മുഹമ്മദ് ഉദ്ദേശിക്കുന്ന ജ്ഞാനം എന്താണ്? അതറിയണമെങ്കിൽ നമ്മൾ വേറെ ഹദീസ് നോക്കണം. സഹീഹ് ബുഖാരി വോളിയം 8 ബുക്ക് 73 ഹദീസ് നമ്പർ 168 മുഹമ്മദ് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു കവി പറഞ്ഞതിൽ ഏറ്റവും സത്യമായ വാക്കുകൾ ലബീദിൻ്റെ വാക്കുകളാണ്. എന്താണ് ലബീദ് പറഞ്ഞതെന്ന് അറിയണ്ടേ? ലബീദ് പറഞ്ഞു, തീർച്ചയായും അള്ളാഹു ഒഴികെയുള്ളതെല്ലാം നാശമടയുന്നതാണ് എന്ന്. ഇതാണ് ലബീദ് പറഞ്ഞത്. ഇത് സൂറ 28 88 അവിടെ അള്ളാഹുവിൻ്റെ തിരുമുഖമൊഴികെ എല്ലാ വസ്തുക്കളും നാശമടയുന്നതാണ് എന്നുണ്ട്. അതേ കാര്യം ലബീദ് തൻ്റെ കവിതയിൽ ചൊല്ലിയപ്പോൾ അത് ഏറ്റവും സത്യമായ വാക്കുകളായി മുഹമ്മദ് സാക്ഷ്യപ്പെടുത്തുകയാണ്. ചില കവിതകളിൽ ജ്ഞാനം അടങ്ങിയിരിക്കുന്നു എന്ന് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള ജ്ഞാനമാണ്. ഖുർആനെ സത്യപ്പെടുത്തിക്കൊണ്ടും മുഹമ്മദിനെയും മുസ്ലിങ്ങളെയും പുകഴ്ത്തിക്കൊണ്ടുമുള്ള കവിതകളെയാണ് മുഹമ്മദ് അംഗീകരിച്ചിരുന്നത്, അതല്ലാതെ മറ്റു കവിതകളെയല്ല. ഇനി വേറൊരു ഹദീസ് കൂടി തരാം. യുദ്ധത്തിന് പോകുന്ന സമയത്ത് മുസ്ലിങ്ങളെ പ്രചോദിപ്പിക്കാൻ വേണ്ടി കവിത ചൊല്ലിയിരുന്നവർ മുഹമ്മദിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്നു എന്ന് നമുക്ക് ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സഹീഹ് ബുഖാരി വോളിയം 8 ബുക്ക് 73 ഹദീസ് നമ്പർ 169. സലമ ബിൻ അൽ അഖ്വയിൽ നിന്ന് നിവേദനം: ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനോടൊപ്പം ഖൈബറിലേക്ക് പുറപ്പെട്ടു. രാത്രിയിൽ ഞങ്ങൾ യാത്ര ചെയ്തു. ജനങ്ങൾക്കിടയിൽ നിന്നും ഒരാൾ അമീർ ബിൻ അൽ അഖ്വയോട് പറഞ്ഞു, നിങ്ങളുടെ കവിത നിങ്ങൾ ഞങ്ങളെ കേൾപ്പിക്കുകയില്ലേ? അമീർ ഒരു കവിയായിരുന്നു. അതിനാൽ അദ്ദേഹം ഇറങ്ങി ഒട്ടകത്തിൻ്റെ കാലടികൾക്കൊപ്പം നടന്ന് ആളുകൾക്കായി കവിത ചൊല്ലാൻ തുടങ്ങി. അല്ലാഹുവേ, നീയില്ലാതെ ഞങ്ങൾ ശരിയായ പാതയിലേക്ക് നയിക്കപ്പെടില്ല. ഞങ്ങൾ ദാനധർമ്മം നൽകില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുകയുമില്ല. അതിനാൽ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കൂ എന്നൊക്കെയാണ് ആ കവിത. പ്രാർത്ഥനാ രൂപത്തിലുള്ള ആ കവിത പിന്നെയും കുറേ ഉണ്ട്. ഖൈബറിനെ ആക്രമിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ കവിത കേട്ടപ്പോൾ മുഹമ്മദ് ചോദിക്കുന്നുണ്ട്, ആരാണ് അത് എന്ന്. അപ്പോൾ മറ്റുള്ളവർ പറയും അത് അമീർ ബിൻ അൽ അഖ്വ ആണെന്ന്. അന്നേരം മുഹമ്മദ് പറയും, അള്ളാഹു അവനോട് കാരുണ്യം കാണിക്കട്ടെ എന്ന്. മുഹമ്മദ് അവനെ അനുഗ്രഹിക്കും. അള്ളാഹു കാരുണ്യം കാണിച്ചത് കൊണ്ടാണോ അതോ മുഹമ്മദ് അനുഗ്രഹിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, യുദ്ധക്കളത്തിൽ വെച്ച് അമീർ കൊല്ലപ്പെട്ടു. അതും ഒരു യോദ്ധാവിന് അഭിമാനിക്കാൻ പറ്റുന്ന വിധത്തിൽ ശത്രുവിൻ്റെ ആയുധം കൊണ്ടൊന്നും അല്ല അമീർ കൊല്ലപ്പെട്ടത്. അമീർ വേറൊരാളെ വെട്ടിക്കഴിഞ്ഞപ്പോൾ അമീറിൻ്റെ സ്വന്തം വാള് തൻ്റെ കാലിൽ കൊണ്ടിട്ടാണ് അമീർ മരിക്കുന്നത്. മുഹമ്മദിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒക്കെ ഒരു പവറേ ഭയങ്കരം തന്നെ. അപ്പോൾ അമീറിൻ്റെ വാള് ചെറുതായിരുന്നു,
ഒരു ജൂതനെ ആക്രമിക്കുന്നതിനിടയിൽ വാളിൻ്റെ മൂർച്ചയേറിയ അഗ്രം പിന്നിലേക്ക് തിരിഞ്ഞ് അമീറിൻ്റെ കാൽമുട്ടിൽ തറച്ചു കയറിയിട്ടാണ് അമീർ കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഇത് മുസ്ലിങ്ങൾക്കിടയിൽ ഒരു തർക്കത്തിന് വഴിവെച്ചു. അമീറിൻ്റെ കയ്യിലിരുന്ന അമീറിൻ്റെ സ്വന്തം വാളുകൊണ്ട് അമീർ കൊല്ലപ്പെട്ടതിനാൽ ഫലത്തിൽ അത് ആത്മഹത്യയ്ക്ക് തുല്യമാണെന്നാണ് പലരും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ അമീറിൻ്റെ എല്ലാ സൽപ്രവൃത്തികളും അസാധുവാക്കപ്പെട്ടുവെന്ന് ജനങ്ങൾ പറയാൻ തുടങ്ങി. അതറിഞ്ഞപ്പോൾ മുഹമ്മദ് പറയുന്നത്, അങ്ങനെ പറയുന്നവൻ കള്ളം പറയുകയാണ്, തീർച്ചയായും അമീറിന് ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്നാണ്. കവിയായ അമീറിന് അള്ളാഹിൻ്റെ സുബർക്കത്തിൽ ചെല്ലുമ്പോൾ ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്നാണ് മുഹമ്മദ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ആനുകൂല്യം ഇത് ഇസ്ലാമിന് അനുകൂലമായി കവിതകൾ എഴുതുന്നവർക്ക് മാത്രമുള്ളതാണ്. അല്ലാത്ത കവികളുടെ കാര്യം എന്താണെന്ന് നാം മുമ്പേ കണ്ടല്ലോ. അവരുടെയൊക്കെ ഉള്ളിൽ ചലൻ നിറഞ്ഞു നശിക്കുന്നതാണ് കവിത നിറയുന്നതിനേക്കാൾ നല്ലതെന്നാണ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. അബ്ദുള്ള അദീഫിയെ കൊന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ചില ന്യായീകരണ ഫാക്ടറിക്കാർ പറഞ്ഞത് താലിബാനികൾ ഇസ്ലാമിക ചര്യ പിന്തുടരുന്നവരല്ല, അവർ സുന്നത്തിന് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു. അങ്ങനെ പറയാൻ അവർ കൊണ്ടുവന്ന ന്യായീകരണം മുഹമ്മദ് നബി കവികളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ആളായിരുന്നു, കവിതകൾ എഴുതാൻ അദ്ദേഹം പല കവികളെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു തുടങ്ങിയ വാദങ്ങളാണ്. അതിന് അവർ ചില ഹദീസുകളും കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ടാണ് ആ ഹദീസുകളെക്കുറിച്ച്, ആ കാറ്റഗറി വരുന്ന ഹദീസുകളെക്കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചത്. മുഹമ്മദ് പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന കവികളെല്ലാം അല്ലാഹുവിനെയും മുഹമ്മദിനെയും ഖുർആനെയും ഇസ്ലാമിനെയും പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് കവിത രചിച്ചിരുന്നവരായിരുന്നു. അതല്ലാതെ ഒരു വ്യക്തി അയാളുടെ സർഗാത്മകതയിൽ നിന്നും പ്രതിഭാവിലാസത്തിൽ നിന്നും ഒരു കവിത രചിച്ചാൽ അയാളെ അപ്പോൾ തന്നെ തട്ടിക്കളയാനാണ് മുഹമ്മദ് അനുയായികളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഖുർആനെ പോലൊരു കിതാബ് ഈ കവികളിൽ ആരെങ്കിലും ചമയ്ക്കുമോ എന്ന ഭയമാണ് മുഹമ്മദിനെ ഭരിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അബ്ദുള്ള അദീഫി കവിയും ചരിത്രകാരനും മാത്രമായിരുന്നില്ല, കമ്മ്യൂണിസ്റ്റുകാരും കൂടിയായിരുന്നു. എന്നിട്ടും ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരും അദ്ദേഹത്തിൻ്റെ കൊലപാതക വാർത്ത അറിഞ്ഞ മട്ട് കാണിച്ചിട്ടില്ല. പലസ്തീനിൽ മഴ പെയ്താൽ കേരളത്തിൽ കുടപിടിക്കുന്ന കമ്മികൾ വോട്ട് ബാങ്കായ കേരളത്തിലെ മുസ്ലിങ്ങളെ പേടിച്ച് ആ കൊലപാതകത്തിനെ അപലപിച്ചുകൊണ്ട് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. ഒരു കവിയെ കൊന്നിട്ടും ഇവിടുത്തെ കവികളടക്കമുള്ള സാംസ്കാരിക നായകർക്കും അതൊരു വിഷയമല്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. നീതിയും ന്യായവും ഒന്നും ഇവിടെ പരിഗണനാർഹമായ ഒരു കാര്യമല്ല. ആ വിധത്തിൽ നമ്മുടെ നാട് അധപ്പതിച്ചു പോയി. രാഷ്ട്രീയക്കാർക്ക് വേണ്ടത് വോട്ടാണെങ്കിൽ സാംസ്കാരിക നായകൾക്ക് വേണ്ടത് മൗദൂദി പത്രത്തിലോ അല്ലെങ്കിൽ വാരികയിലോ എഴുതാനുള്ള സ്പേസും മൗദൂദി ചാനലിൽ മുഖം കാണിക്കാനുള്ള അവസരവുമാണ്. പിന്നെ വിവിധ ഇസ്ലാമിക സംഘടനകൾ സംഘടിപ്പിക്കുന്ന സ്റ്റേജുകളിൽ പ്രസംഗിക്കാനുള്ള അവസരം, ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും വില കൂടിയ ഈന്തപ്പഴവും. ഇത്ര മതി അവർക്ക്. ഇതൊക്കെ സമയാസമയങ്ങളിൽ ലഭിക്കുമെങ്കിൽ ലോകത്ത് മുസ്ലിങ്ങൾ എന്ത് ക്രൂരകൃത്യങ്ങൾ കാണിച്ചാലും ഈ സാംസ്കാരിക നായകൾ വായ തുറക്കുക പോലും ചെയ്യാതെ മിണ്ടാതിരുന്നോളൂ. അത് ഇസ്ലാമിസ്റ്റുകൾക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവർ ഈ സാംസ്കാരിക നായകൾക്ക് വേണ്ട എല്ലും കഷ്ണങ്ങൾ അപ്പപ്പോൾ ഇട്ടുകൊടുത്ത് അവരെ നിശബ്ദരാക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ഇനി ആ തന്ത്രം അധികം അങ്ങ് വിലപ്പോകുമെന്ന് തോന്നുന്നില്ല. ഇൻ്റർനെറ്റിൻ്റെ വരവോടെ സാംസ്കാരിക രംഗത്ത് ഈ സാംസ്കാരിക നായകൾക്കുണ്ടായിരുന്ന അപ്രമാദിത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കുതികാൽ വെട്ടിനും പാരവെപ്പിനും പാദസേവയ്ക്കും താല്പര്യമില്ലാതിരുന്നത് കൊണ്ട് മാത്രം പൊതുസമൂഹത്തിന് മുമ്പാകെ തങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാൻ കഴിയാതിരുന്ന ദൃഷണാശാലികളായ പലർക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ തങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാൻ കഴിയുന്നുണ്ടെന്ന് മാത്രമല്ല, അവരെ കേൾക്കാൻ തയ്യാറായി വലിയൊരു വിഭാഗം ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നതൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഇനി അധിക കാലം ഇത്തരം ഗിമ്മിക്കുകളുമായി മുന്നോട്ട് പോകാൻ ഇസ്ലാമിസ്റ്റുകൾക്ക് കഴിയുകയില്ല. സത്യം പറഞ്ഞാൽ കവികൾക്കും കവിതകൾക്കും എതിരെയുള്ള മുഹമ്മദിൻ്റെ വചനങ്ങൾ ഞാനൊരു കോമഡി ആയിട്ടാണ്, അങ്ങനെയുള്ള ഹദീസുകളെ ഒരു കോമഡി ഹദീസായിട്ടാണ് ഞാൻ ഇതുവരെ കണ്ടിരുന്നത്. ഫേസ്ബുക്ക് ചർച്ചകളിൽ എന്നെ ജാതി പറഞ്ഞോ നിറം പറഞ്ഞോ ഒക്കെ കളിയാക്കാൻ വരുന്നവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഹദീസുകൾ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നത് തന്നെ. നിരക്ഷരനായ മുഹമ്മദിന് സാക്ഷരരായ ആൾക്കാരെ വെല്ലുവിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ അപകർഷത പോലെ എനിക്ക് എൻ്റെ നിറത്തിൻ്റെ പേരിലോ ഞാൻ ജനിച്ചു വീണ ജാതിയുടെ പേരിലോ യാതൊരു അപകർഷതയും ഇല്ല എന്ന് പറയാനാണ് ഇത്രയും നാളെ ആ ഹദീസുകൾ ഉപയോഗിച്ചിരുന്നത്. എൻ്റെ ധാരണ ഖുർആൻ എഴുതപ്പെട്ടുകൊണ്ടിരുന്ന കാലത്ത് അല്ലെങ്കിൽ ഖുർആൻ ക്രോഡീകരിച്ചു കൊണ്ടിരുന്ന കാലത്ത് മാത്രമേ ഈ ഹദീസുകളുടെ പേരിൽ കവികളെയും കവയത്രികളെയും ഒക്കെ കൊല്ലുകയുള്ളൂ, അവരുടെ ജീവൻ പോവുകയുള്ളൂ. ഈ 21-ാം നൂറ്റാണ്ടിൽ ഇത്തരം ഹദീസുകളുടെ പേരിൽ ഒരു കവിയുടെയും ജീവൻ നഷ്ടപ്പെടില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ എൻ്റെ ആ ധാരണ തെറ്റായിരുന്നു. ഞാൻ വലിയൊരു തെറ്റിദ്ധാരണയിലാണ് ഇതുവരെ കഴിഞ്ഞിരുന്നതെന്ന് അബ്ദുള്ള അദീഫിയുടെ കൊലപാതക വാർത്ത വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്.
കവി എന്നാൽ പിശാചാണെന്നും ഒരാളുടെ അകം കവിത കൊണ്ട് നിറയുന്നതിലേറെ നല്ലത് അത് ചലം കൊണ്ട് നിറഞ്ഞു നശിക്കുന്നതാണ് എന്നുമുള്ള മുഹമ്മദിൻ്റെ പഠിപ്പിക്കൽ അനുസരിക്കാൻ തയ്യാറുള്ളവർ ഈ 21-ാം നൂറ്റാണ്ടിലും ഉണ്ട് എന്നുള്ളത് നമ്മെ ഭയപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. നമുക്ക് കേൾക്കുമ്പോൾ കോമഡിയായി തോന്നുന്ന ഓരോ ഹദീസും ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കാൻ പര്യാപ്തമായ ബോംബാണെന്നുള്ള സത്യം നാം മനസ്സിലാക്കണം. മുഹമ്മദിൻ്റെ ഭ്രാന്തൻ ചിന്തയിൽ മുഹമ്മദ് പറഞ്ഞ പൊട്ടത്തരങ്ങൾ അനുസരിക്കാൻ മനസ്സ് വയ്ക്കുന്നവർ ഏത് കാലത്തും ഇസ്ലാമിലുണ്ടാകും. കവികളെക്കുറിച്ചും കവിതയെക്കുറിച്ചും മുഹമ്മദ് പറഞ്ഞ ഹദീസുകൾ അനുസരിക്കാൻ നമ്മുടെ കേരളത്തിലും ആളുകളുണ്ടായാൽ നമ്മളിന്ന് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പല കവികളുടെയും അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരെണ്ണത്തിൻ്റെയും കഴുത്തിന് മുകളിൽ തല കാണില്ല. ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ള ഇത്തരം ഓരോ ഹദീസും നമ്മുടെയൊക്കെ തലയ്ക്ക് മുകളിൽ ഡെമോക്ലീസിൻ്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ ആരും മറന്നു പോകരുത്. ആധുനിക സംസ്കാരത്തിന് അതൊരു ഭീഷണിയാണ്. എല്ലാ കാലത്തുമുള്ള മനുഷ്യരുടെ ജീവിതത്തിന് ജീവനൊക്കെ അത് ഭീഷണിയാണ്. നിസ്സാരമായൊരു ഹദീസിൻ്റെ പേരിൽ ഒരു കവിയെ സിമ്പിളായിട്ട് അങ്ങ് കൊന്നുകളഞ്ഞു, ചെറുതായിട്ട് അങ്ങ് അവർ കൊന്നുകളഞ്ഞു. നാളെ ഇതിലും കൂടുതൽ പേര് കൊല്ലപ്പെടും. കവിത മാത്രമല്ല, സംഗീതം, പാട്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതൊക്കെ മുഹമ്മദ് നിരോധിച്ചതായിട്ടുള്ള ഹദീസുകളുണ്ട്. ഇതിൻ്റെയൊക്കെ പേരിൽ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടും. അഭിനയവും അങ്ങനെ തന്നെ മുഹമ്മദ് നിരോധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടല്ലോ, ഗ്വാസാസ്വാൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു അഭിനേതാവിനെ കൊന്നു കളഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഇഷ്ടം പോലെ ഒരു ഇന്നത്തെ സമൂഹത്തിൽ, ആധുനിക സമൂഹത്തിൽ നമ്മളെ സന്തോഷിപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന, നമ്മുടെയൊക്കെ വിശ്രമവേളകളെ ആനന്ദകരമാക്കുന്നതായ സാധാരണക്കാരായ മനുഷ്യരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ, ഒരു സംഗീതം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോമഡി, അതൊക്കെ ഒരു സന്തോഷം, ചിരിക്ക് വക നൽകുന്നതുമായ കാര്യങ്ങളാണല്ലോ. അങ്ങനെയുള്ളതെല്ലാം മുഹമ്മദ് നിരോധിച്ചിരിക്കുകയാണ്. ഒന്നും ഇസ്ലാമിനകത്ത് അനുവദനീയമല്ല. മുസ്ലിങ്ങളത് ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഇസ്ലാമിലുള്ള എത്രയോ ആളുകൾ അഭിനേതാക്കളായിട്ട്, മമ്മൂട്ടി അടക്കം എത്രയോ പേര് വരുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഏത് സ്റ്റേറ്റിലും നമുക്കത് കാണാം. അങ്ങനെയൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ പ്രമാണത്തിൽ അതില്ല. പ്രമാണം അത് നിരോധിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? പ്രമാണം അങ്ങനെയുള്ളവരെയൊക്കെ തട്ടിക്കളയാനാണ് പറയുന്നത്. അപ്പോൾ ഈ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവർക്ക്, അതങ്ങനെ തന്നെ അക്ഷരം പ്രതി വിശ്വസിക്കുന്ന ആളുകൾ, അവർ പ്രാബല്യം പ്രാപിച്ചാൽ, അവർക്ക് അധികാരം കിട്ടിയാൽ, അവർ നമ്മളെയൊക്കെ ഭരിക്കുന്നൊരു സ്ഥിതി വന്നാൽ, ഇതൊക്കെ തന്നെയാണ് നമ്മളെയും കാത്തിരിക്കുന്നത്, വേറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ചിന്തിക്കുക, മനുഷ്യർ ചിന്തിക്കുക. മുസ്ലിങ്ങളായിരിക്കുന്നവരെ നിങ്ങൾ ചിന്തിക്കുക. കാരണം നിങ്ങളുടെ എണ്ണം കണ്ടിട്ടാണ് ഇവർ ഈ കളിയൊക്കെ കളിക്കുന്നത്. ഇതിനകത്ത്, ഇസ്ലാമിനകത്ത് ഒരു 15% വരെ, 10 അല്ലെങ്കിൽ 15% വരെ ഉള്ളൂ ഇതുപോലെ കൃത്യമായിട്ട് ഈ പ്രമാണങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കണമെന്ന് വാശി പിടിക്കുന്നവർ. ബാക്കി 85-90% പേരും അങ്ങനെയല്ല. അവർ ബാക്കിയുള്ളവരെ പോലെയൊക്കെ തന്നെ സമാധാനമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരാണ്. കാരണം അവരൊന്നും പ്രമാണം പഠിച്ചിട്ടില്ല. ഈ ഖുറാനും ഹദീസുകളും അർത്ഥമറിഞ്ഞ് അവർ പഠിച്ചിട്ടില്ല. അങ്ങനെ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവർക്ക് മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പോകാനൊന്നും ഒരു പ്രശ്നവും ഇല്ല. എല്ലാവരെയും സ്നേഹിച്ചൊക്കെ പോകും. പക്ഷെ എന്താണ് വിഷയം എന്നറിയാമോ? ഈ 85% പേര് അല്ലെങ്കിൽ 90%-ഓളം വരുന്ന ഈ ജനതയെ നിയന്ത്രിക്കുന്നത് ഈ 10 അല്ലെങ്കിൽ 15% വരുന്ന ആളുകളാണ്. മനസ്സിലായോ? അവർ പറയുന്നതിൻ്റെ അപ്പുറത്ത് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ പ്രമാണം വെച്ച് കാണിച്ചിട്ട് പറയും ഇവൻ ചെയ്യുന്നത് തെറ്റാണ്, പ്രമാണത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, അപ്പോൾ ഇതോടുകൂടി ഇവൻ മുർത്തദ്ദായി, ഇവൻ മതത്തിൽ നിന്ന് പുറത്തായി, ഇവനെ തട്ടിക്കളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള 85% ബാക്കിയുള്ള ടീമുകൾ അവനെ തട്ടിക്കളയും. അപ്പോൾ ഈ പ്രമാണം വെച്ചുകൊണ്ട് ഇവരെയൊക്കെ ഇവർക്ക് നിയന്ത്രിക്കാം. മനസ്സിലായോ? ഇങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പം മുസ്ലിങ്ങളുടെ അംഗസംഖ്യ വർദ്ധിക്കുന്നതനുസരിച്ച്, ഇന്ന് ജനാധിപത്യ രാജ്യമാണ്, ജനാധിപത്യ രാജ്യത്തിൽ അധികാരം കിട്ടുന്നത് കയ്യൂക്കിൻ്റെ ബലത്തിലല്ല, വോട്ടിൻ്റെ ബലത്തിലാണല്ലോ. അപ്പോൾ ആ വോട്ട് ചെയ്യാൻ ആളുകൾ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് കൂടുതലായി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അധികാരം ഇവരുടെ കയ്യിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാശ്മീരിലൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ നമ്മുടെ മുമ്പാകെ ഉണ്ട്. അധികം നാളുകളൊന്നും ആയിട്ടില്ല. 1980-കളിലാണ്. 80-കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-30 കൊല്ലം മുമ്പ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പേപ്പറിലൊക്കെ അന്ന് വാർത്ത തലക്കെട്ടായിട്ട് തന്നെ വന്നിരുന്നതൊക്കെ. കാശ്മീരിലുണ്ടായിരുന്ന പണ്ഡിറ്റുകൾക്ക് ഈ ഭീഷണി, പിന്നെ അവർ ഓടി രക്ഷപ്പെട്ടത്, അതൊക്കെ വാർത്തയായിട്ട് വന്നത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വായിച്ചത് ഓർമ്മയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെയും കാത്തിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ 21-ാം നൂറ്റാണ്ടായില്ലേ, മതഭ്രാന്തന്മാരൊക്കെ ഇപ്പോഴും ഉണ്ടാവും. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കൂടെയുള്ള, നമ്മുടെ അയൽവക്കത്തുള്ള, നമ്മുടെ സ്നേഹിതന്മാരായ മുസ്ലിങ്ങൾ അവർ നമുക്കെതിരെ തിരിയുമോ എന്നൊക്കെ, അവർക്ക് നമുക്കെതിരെ തിരിയണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. പക്ഷെ തിരിയാതിരുന്നു കഴിഞ്ഞാൽ അവനെ മുർത്തദ്ദായി മുദ്രകുത്തി അവനെ തട്ടിക്കളയാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അവന് നിർവാഹമില്ല, അവൻ തിരിഞ്ഞേ പറ്റുകയുള്ളൂ. ആ വിധത്തിലാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഇരിക്കുന്നത്. ആ മതത്തിൻ്റെ ഘടന ആ വിധത്തിലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ നാളെ ഇത് സംഭവിക്കുന്ന സമയത്ത് ഞാൻ ജീവനോടെ ഉണ്ടായെന്ന് വരില്ല. എൻ്റെ കാലശേഷമായിരിക്കാം ഇത് സംഭവിക്കുന്നത്, എൻ്റെ മക്കളുടെയൊക്കെ കാലത്തായിരിക്കാം. ചിലപ്പോൾ ഞാൻ ജീവനോടുള്ള സമയത്തും അതറിയില്ല, പക്ഷെ അത് സംഭവിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ
നമ്മളിത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി ഇങ്ങനെയുള്ളതാണ്. മുസ്ലിങ്ങളെ തന്നെ അത് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നിങ്ങളുടെ ജീവനും ജീവിതത്തിനും ഇത് ഭീഷണിയാണ്. ഈ ചെറിയ ഈ കൂട്ടം, ഈ 10 അല്ലെങ്കിൽ 15% വരുന്ന ഈ ക്ലർജി ഉണ്ടല്ലോ, ഇവരുടെ ഈ പുരോഹിതവർഗം, ഉസ്താദുമാരൊക്കെ ഉള്ളത്, അവർ നിങ്ങളെ ഭരിക്കും, ഞങ്ങളെയും ഭരിക്കും. അപ്പോൾ അതിൻ്റെ അവസ്ഥ നമുക്കിവിടെ എത്തിക്കരുത് എന്ന് പറഞ്ഞ് അവരെ ഇപ്പോഴേ നമ്മളത് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കണം. അവരെ കാര്യങ്ങൾ, പ്രമാണങ്ങൾ വായിച്ച് കേൾപ്പിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ അതിൻ്റെ ഫലമൊക്കെ കാണുന്നുണ്ട്. ധാരാളം വരുന്ന ഏറ്റവും കൂടുതൽ കേരളത്തിൽ മതം വിട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം മതത്തിൽ നിന്നാണ്. ഒരു കാലത്ത് അത് നേരെ തിരിച്ചാണ്. ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിൽ നിന്നൊക്കെ ആൾക്കാർ മതം വിട്ടുപോയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെയൊക്കെ കവച്ച് വെച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നത് ഇസ്ലാം മതമാണ്. ഇസ്ലാം മതത്തിൽ നിന്ന് ആളുകൾ, അത് ഇവിടെ മാത്രമല്ല കേട്ടോ, അറേബ്യയിൽ നിന്നും അത് അങ്ങനെ തന്നെയാണ്. അറേബ്യയിൽ നിന്നും ഒരാളുകൾ ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ. ഇവർ പറയും ഏറ്റവും കൂടുതൽ വളരുന്ന മതമാണ്. ആ വളരുന്നെന്ന് പറയുന്നത് പെറ്റുകൂട്ടി വളരുന്നതാണ്. പെറ്റുകൂട്ടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. 4 കെട്ടുന്നു, ഓരോന്നിലും 5-6 മക്കൾ വീതമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ മക്കളായല്ലോ. അങ്ങനെ പെറ്റുകൂട്ടി വളരുന്നു. പക്ഷേ ഉപേക്ഷിക്കുന്നതെന്ന് പറയുന്നത് അത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഐഡിയോളജിക്കലി ഇത് തെറ്റാണ്, ഇത് ശരിയല്ല എന്ന് മനസ്സിലാക്കി വിട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വിടുന്നത്, അതിൻ്റെ എണ്ണം നമ്മൾ കൂട്ടും തോറും നമുക്കിവിടെ കുറേ കാലം കൂടി ജനാധിപത്യ രീതിയിൽ തന്നെ ജീവിച്ചു പോകാൻ പറ്റും. അപ്പോൾ ദൈവം അതിന് നമ്മളെയൊക്കെ സഹായിക്കട്ടെ. ഏതായാലും ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ കർത്താവായ യേശു ക്രിസ്തു നമ്മെല്ലാവരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.